PSC ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ എക്സാം 4ാം ഘട്ടം എഴുതുന്നവർക്കായിട്ടുള്ള നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്യുക. മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അമേരിക്ക. മൗലികാവകാശങ്ങൾ അമേരിക്ക. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഏകപൗരത്വം, റിട്ടുകൾ, ഇതെല്ലാം ബ്രിട്ടൻ. കൺകറന്റ് ലിസ്റ്റ് PSC ചോദിച്ചതാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയ. റിവിഷൻ ക്ലാസ് ആണ്, പഠിച്ചവർ ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, ലിഖിത ഭരണഘടന, പിന്നെ ഇതൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, ഇതൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതിയും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSR, റഷ്യയിൽ നിന്നാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതിയും മൗലിക കടമകളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന്. അവശിഷ്ടാധികാരത്തെക്കുറിച്ചിട്ടുള്ള കടമെടുത്ത രാജ്യം കാനഡയാണ്. കാനഡ. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ ജർമ്മനി. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ് ചോദിച്ചാൽ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ റിട്ടുകൾ എന്ന ആശയം, ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടൻ. മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, ആമുഖം എന്നീ ആശയങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്ന്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം എന്നിവ കടമെടുത്തത് കാനഡയിൽ നിന്ന്. അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്ന്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? അയർലൻഡ്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഫ്രാൻസിൽ നിന്ന്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്. കേരളത്തിലാകെ എത്ര കായലുകളുണ്ട്? 34 കായലുകളാണ് ഉള്ളത്. കടലുമായി ബന്ധമുള്ള കായലുകൾ 27 എണ്ണാണ്. ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഇടം പിടിച്ച കായലുകളാണ് വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട. വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ PSC ചോദിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ കൊല്ലം, കോട്ടപ്പുറം ദേശീയപാത NW3 ആണല്ലേ. അത് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഈ വേമ്പനാട് കായലിൽ നിന്നാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന കൊല്ലം, കോഴിക്കോട് വരെയുള്ള ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഈ വേമ്പനാട് കായലിലൂടെയാണ് കേട്ടോ. അപ്പം വേമ്പനാട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയമാണ്. പിന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ടയുടെ ആകൃതി F-ന്റെ ആകൃതിയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ F ആകൃതിയിലുള്ളത് ശാസ്താംകോട്ടയാണെങ്കിൽ നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? അഷ്ടമുടിയാണ്. അഷ്ടമുടി. പിന്നെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ളത് പൂക്കോട് തടാകം. ഭൂപടത്തിന്റെ ആകൃതിയിലുള്ളത് പൂക്കോട് തടാകമാണ്. പിന്നെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. ശാസ്താംകോട്ട ആകൃതി ഏതാണ്? F-ന്റെ ആകൃതിയാണ്. അതുപോലെ അഷ്ടമുടി കായലിന്റെ ആകൃതി പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. KN രാജ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? നെക്സ്റ്റ്, ജിം കോർബറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിന്റെ ജൻസീറാണി എന്നറിയപ്പെടുന്ന അക്കാമ്മ ചെറിയാൻ. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721.
സമത്വ സമാജം സ്ഥാപിച്ചതായി വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം 7.4 ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയം. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിഖ യാത്ര നടത്തിയതാര്? മന്നത്ത് പത്മനാഭൻ. ജീവശിഖ യാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. അറ്റോമിക സംഖ്യ 100 ആയ മൂലകം ഏതാണ്? ഫെർമിയമാണ്. ഫെർമിയം. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലുള്ള ചിറക്കലാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം തളിർ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിറാണ്. അടുത്തത് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് കേട്ടോ. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ പഴശ്ശി സ്മാരകം അഥവാ പഴശ്ശി മെമ്മോറിയൽ വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ്. പഴശ്ശി കോളേജും വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിലാണ്. പഴശ്ശി NSS കോളേജിൻ്റെ അത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ. പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന പുരളിമലയാണ്. തലശ്ശേരിയിലുള്ള പുരളിമലയാണ് പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത്. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ. പിന്നെ കുട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജ തന്നെയാണ്. അടുത്തത് കേരളത്തിൽ ജനനവും മരണവും അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേയൊരു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധി പ്രഖ്യാപിച്ചത് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പ്രചരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ വിലക്കിയിരുന്ന ഒരേയൊരു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. എപ്പോഴാണ് നടപ്പിലാക്കിയത്? ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ഫ്രാൻസ്. ലോകത്തിൽ ആദ്യമായി GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി കാസിയോ ഇന്ത്യയാണ്. GSTയുടെ ആപ്തവാക്യം 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നുള്ളതാണ്. GSTയുടെ ആപ്തവാക്യം 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. നെക്സ്റ്റ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അതുപോലെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന SN ബാനർജിയാണ്. ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതിറാവ് ഫുലെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദ. ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബിപിൻ ചന്ദ്രപാലാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജി. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആര്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത യൂസുഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ഗാന്ധിജിയാണ് കേട്ടോ. എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്? 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമയത്ത് മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ്, ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെ കേട്ടോ. 1873 സത്യശോധക സമാജം സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് 1867. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. വേദസമാജം ശിവനാരായണൻ അഗ്നിഹോത്രി. നെക്സ്റ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി ഏത് വർഷമാണ്? 1976
42-ാം ഭേദഗതി നിലവിൽ വന്നത്. ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതിയിലാണ്. ആമുഖം ഭേദഗതി ചെയ്ത 42-ാം ഭേദഗതിയിലാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയും 42-ാം ഭേദഗതിയാണ്. 42-ാം ഭേദഗതി ശുപാർശ ചെയ്തതാരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 42-ാം ഭേദഗതി ശുപാർശ ചെയ്തത്. 42-ാം ഭേദഗതിക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യയിലേക്ക് വന്നത് ഈ 42-ാം ഭേദഗതിയിലൂടെയാണ്. 1976-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ മൗലിക കടമകളെ കുറിച്ച് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം പാർട്ട് 4A-യിലാണ്. ഏത് അനുച്ഛേദത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് ആർട്ടിക്കിളാണ്? 51A-യിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ്? USSR അല്ലേ. അപ്പോൾ ആദ്യം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ 42-ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട INC സമ്മേളനം. വന്ദേമാതരത്തെ ക്വസ്റ്റ്യന് 3 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട INC സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനമാണ്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരം ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്ന്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24-ആണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ശങ്കരാഭരണം. വന്ദേമാതരത്തെ പ്രകീർത്തിക്കുന്ന ആരാധനാമൂർത്തി ദുർഗാദേവിയാണ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ അരവിന്ദ ഘോഷ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ നോട്ട് ചെയ്തോളൂ, സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ BN റാവു ആണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലാണെങ്കിലോ കണ്ണൂർ ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ 9 എണ്ണാണുള്ളത്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9 എണ്ണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ പറഞ്ഞു. കേരളത്തിൽ കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ് കേട്ടോ, കാനഡ. അടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര്? കാലം സാക്ഷി എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ഉമ്മൻചാണ്ടി അന്തരിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 18-നാണ് ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭയുടെ മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള പുരസ്കാരമൊക്കെ ലഭിച്ച കേരള മുഖ്യമന്ത്രിയാണ്. പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു, അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികളാണ്. അടുത്തത്, നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറാണ്. അതുപോലെ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946-ലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഏത് ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മറ്റൊരു പേരാണ് തുലാംപത്ത് സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേട്ടോ, നോട്ട് ചെയ്തോളൂ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിൽ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാറിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കളർക്കോടാണ്. കളർക്കോട്
മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. നെക്സ്റ്റ് സെറിബ്രാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്ന ഭാഗം സെറിബ്രാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഈ സെറിബ്രം തന്നെയാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഈ സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. അടുത്ത മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരാണ്. രാജ്യസമാചാരം 1847 ഹെർമൻ ഗുണ്ടർട്ടാണ് പുറത്തിറക്കിയത്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയമാണ്. മലയാളത്തിലെ മൂന്നാമത്തെ പത്രം നോട്ട് ചെയ്തോളൂ, ജ്ഞാനനിക്ഷേപം. മലയാളത്തിൽ നിലവിലുള്ളതിലെ ഏറ്റവും പഴയ പത്രം ദീപികയാണ്. മലയാളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം സന്ദിഷ്ടവാദി. മലയാള പത്രങ്ങളിൽ വെച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം പേടിച്ച ആദ്യ പത്രം മലയാള മനോരമയാണ്. അതുപോലെ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. അതുപോലെ ഇന്റർനെറ്റ് എഡിഷൻ ലഭിച്ച ആദ്യ മലയാള പത്രം ദീപിക. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ്. നെക്സ്റ്റ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവം പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? മീററ്റിൽ വെച്ചാണ്. മെയ് 10 1857 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ശിപായി ലഹള എന്നാണ്. അതിന്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. 1857 വിപ്ലവത്തിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. അതുപോലെ 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം വഹിച്ചതാരാണ്? PSC ചോദിച്ചതാണ്. ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഹെപ്പറ്റോളജി എന്നാണ് കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മദ്യം ബാധിക്കുന്ന ശരീരഭാഗമാണ് കരള്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരള്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം ഈ കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുന്ന അവയവമാണ് കരൾ. അടുത്ത ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. സ്വീഡനിലാണ് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതുപോലെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വിവരാവകാശ നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന AKG ആണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. നോട്ട് ചെയ്തോളൂ, വാഗ്ഭടാനന്ദൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1931. ആരംഭിച്ചത് 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ആവശ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്നുള്ളതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് ആര്യ പള്ളമാണ്. ആര്യ പള്ള. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932. അടുത്ത ക്വസ്റ്റ്യൻ, മുക്തി, അനഘ, അക്ഷയ, ശക്തി എന്നിവ ഏതിന്റെ സങ്കരീനങ്ങളാണ്? മുക്തി, അനഘ, അക്ഷയ, ശക്തി തക്കാളിയുടെ സങ്കരീനങ്ങളാണ്. കഴിഞ്ഞ എക്സാമിന് പ്രിയങ്ക ഏതിൻ്റെയാന്ന് ചോദിച്ചു, പാവലാണ്. പ്രിയങ്ക പാവൽ. അപ്പോൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ ഏതിനാണ്? വെണ്ടയുടെ സങ്കരീനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ലോല, മാലിക, ജ്യോതിക എന്നിവ പയറിന്റെ സങ്കരീനങ്ങളാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമയൊക്കെ വഴുതനങ്ങയുടെ സങ്കര ഇനങ്ങളാണ്. അതുപോലെ ചാവക്കാട്, ഓറഞ്ച്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ തെങ്ങിന്റെ സങ്കര ഇനങ്ങൾ. പന്നിയൂർ എന്നുള്ളത് കുരുമുളകിന്റെ സങ്കര ഇനാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പള കായലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ നോട്ട് ചെയ്തോളൂ, കണ്ണൂർ കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തും മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വില്ലേജ് പക്ഷേ തലപ്പാടിയാണ്. നെക്സ്റ്റ്, പട്ടിണി ജാഥ നടത്തിയത് ആര്? AK ഗോപാലനാണ് പട്ടിണി ജാഥ നടത്തിയത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKG ആണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസ് പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് AKG ആണ്.
കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും AKG ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ് കേട്ടോ. സൈലന്റ് വാലി ബഫർ സോൺ ആയ വർഷം PSC ചോദിച്ചിട്ടുണ്ട്. 2007 സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009 സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയിൽ. ഏത് താലൂക്കാണ്? മണ്ണാർക്കാട് താലൂക്ക്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എയ്ച്ചി നഗായ. ജപ്പാനിലെ എയ്ച്ചി നഗായയാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഇപ്പോൾ 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2026 നടക്കുന്നത്. 2030 നടക്കുന്നത് ദോഹയിലാണ്, ഖത്തറിലെ ദോഹയിലാണ് 2030 ഏഷ്യൻ ഗെയിംസ്. 2034 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. ഇപ്പോൾ 2022 കഴിഞ്ഞത് എവിടെയായിരുന്നു? ഹാങ്ഷു ആണ്, ചൈനയിലെ ഹാങ്ഷുവിലാണ് 2023. 2022 2023 നടന്നത് കൊറോണ പശ്ചാത്തലത്തിൽ. അതുപോലെ 2022 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ 107 മെഡലുകളാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2022 നടന്നത്. അടുത്ത വർഷം പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച നോവൽ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ചത് ഉലക്കയാണ്, ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി മോഹൻകുമാർ രചിച്ചത് ഉഷ്ണരാശിയാണ്, ഉഷ്ണരാശി. അതുപോലെ തകഴി ശിവശങ്കരപ്പിള്ള ആ സമയത്ത് രചിച്ചതാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി P. ഭാസ്കരൻ രചിച്ചതാണ് വയലാർ ഗർജിക്കുന്നു എന്നുള്ളത്, വയലാർ ഗർജിക്കുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കേട്ടോ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ്. അതുപോലെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത്.